ഇന്ന് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ന്യൂ ഇയർ കാർഡ് ചെയ്താലോ? അപ്പോൾ പേസ്റ്റൽ കളറിൽ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡുള്ള ഒരു കളർ പേപ്പർ നോക്കിയിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കേ. ഇനി ഈ യെല്ലോ കളർ ഷീറ്റിന്റെ ഉള്ളിലേക്ക് പർപ്പിൾ കളർ അതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് ഇതുപോലെ വരച്ചിട്ട് അതും വെട്ടിക്കൊടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ ക്ലൗഡ് പോലെ ഇല്ലേ? ഇനി അതിൽ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ആ മുകളിലുള്ള പോർഷൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള പോർഷനും കൂടി കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ. ഇനി അത് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസിലേക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ആദ്യം നമ്മൾ ആ കട്ട് ചെയ്ത പീസ് ഒട്ടിച്ചു, അതിനുശേഷം ആ ബട്ടർഫ്ലൈയുടെ വലുതൊട്ടിച്ചു, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻ ഒട്ടിച്ചെടുത്തേ. ഇനി നമുക്ക് ഫ്ലവർ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പേൾ യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ ആ ഫ്ലവറിന് വേണ്ട ലീഫാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടി പേപ്പർ ഇതുപോലെ മടക്കിയിട്ട് ലീഫ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം ലീഫ് നമുക്ക് വേണം. ഇനി അതിന് വേണ്ട സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് 2 എണ്ണം ചേർത്ത് ഒട്ടിച്ചു കൊടുത്താൽ നന്നായിരിക്കും, കുറച്ചുകൂടി കട്ടി കിട്ടും. അത് കഴിഞ്ഞ് ആ സ്റ്റെമ്മിലേക്ക് ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം 4 ലീഫ് സ്റ്റെമ്മിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ കാർഡിന്റെ ഉള്ളിൽ ഈ സൈഡിലായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പത്തെ സൈഡിലായിട്ട് വേറൊരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കാർഡിന്റെ പുറത്തൊട്ടിച്ചു കൊടുക്കാനാണ്, ഒരു ചെടിച്ചട്ടി പോലെ ഉണ്ടാക്കാനാണിത്. ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് 2 സൈഡ് പോലെ മടക്കിയിട്ട് ഉള്ളിൽ പശ തേച്ചിട്ട് ഓരോ പൂക്കളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 4 ഫ്ലവർ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. അത് നേരത്തെ ഉണ്ടാക്കിയെടുത്ത പോലെയാണ്. പിന്നെ നമുക്ക് അതിന്റെ പുറകിൽ പശ തേച്ചിട്ട് കാർഡിന്റെ ഫ്രണ്ടിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ കാർഡ് കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ? ഇനി കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ആ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഗോൾഡൻ കളർ ഗ്ലിറ്റർ പെന്ന് വെച്ചിട്ട് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എഴുതി കൊടുത്തു. പിന്നെ അതിന്റെ ഉള്ളിലുള്ള പീസ് ആ കാർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എസ്തെറ്റിക് ആയിട്ടുള്ളൊരു കാർഡ് ഇവിടെ റെഡിയായി. നല്ല ലൈറ്റ് കളർ പേപ്പർ വെച്ചിട്ടുണ്ടാക്കിയ കാർഡ് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ കുറവ് തോന്നുന്നില്ലേ? അപ്പൊ ഞാൻ ഹാപ്പി ന്യൂ ഇയർ എന്നും പറഞ്ഞിട്ട് ഗോൾഡൻ കളർ ഗ്ലിറ്റർ പെന്ന് കൊണ്ട് എഴുതി കൊടുത്തു. പിന്നെ കൂടെ ഒരു പടക്കം പൊട്ടുന്ന ആ ഒരു ചിത്രം കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്തത് ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ആ വീഡിയോയിൽ കാണാം. ബൈ.